കാസർഗോഡ് 60 വയസ്സുകാരിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ആഭരണങ്ങൾ കവർന്നു. കവർച്ച ചെയ്തതിൽ ഭൂരിഭാഗവും മുക്കുപണ്ടങ്ങൾ. നഷ്ടപ്പെട്ടത് അരപ്പവൻ സ്വർണം. മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഉപ്പള ശാരദാനഗറിലെ ഗംഗയെയാണ് ആക്രമിച്ച് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി രണ്ടംഗ സംഘം ആഭരണങ്ങൾ കവർന്നത്. തിങ്കളാഴ്ച രാവിലെ മണിമുണ്ട റെയിൽവേ അടിപ്പാറയ്ക്ക് സമീപത്താണ് സംഭവം. മത്സ്യവില്പനക്കാരിയായ ഗംഗ ശാരദാനഗറിലേക്ക് പോകുമ്പോൾ ഒളിച്ചിരുന്ന രണ്ടംഗ സംഘം ചാടി വീണ് ആക്രമിക്കുകയായിരുന്നു. മുടിക്ക് കുത്തിപ്പിടിച്ച് മുഖത്തടിച്ചു. നിലവിളിച്ചപ്പോൾ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇരു കൈകളിലുമുണ്ടായിരുന്ന വളകളും കഴുത്തിലുണ്ടായിരുന്ന മാലയും കമ്മലും ഊരിവാങ്ങി. മോഷ്ടാക്കൾ തട്ടിയെടുത്തതിൽ അരപ്പവൻ തൂക്കം വരുന്ന കമ്മൽ മാത്രമാണ് സ്വർണം. മാലയും വളകളുമെല്ലാം മുക്കുപണ്ടങ്ങളാണ്. ബായ് പുറിച്ചിട്ട് കൈ തല പുറിച്ചിട്ട് അതെല്ലാം പൊന്നിനെല്ലാം കൊണ്ടുപോയിനാറ്. ബല കാത്തുണ്ട കാതുണ്ട് എല്ലാം കൊണ്ടുപോയിനാറ്. പിന്നെ രണ്ട് തല കൊടുത്തിനാറ്. അങ്ങനെ എല്ലാം എടുത്തിട്ട് കൊടുത്തു. കത്തിയിൽ ചെല്ലിയ കയ്യിലും കത്തിയിടു അത് എല്ലാം എടുത്തിട്ട് തരണമെന്ന് ഞാൻ ചില ബായിലെ കൈയിട്. അപ്പം ഞാൻ എല്ലാം തരാൻ ചില ബായിൻ്റെ കൈ എടുത്തിട്ടില്ല. ഞാൻ കൂട്ടിയിട്ട് ഞാൻ എടുത്തിട്ട് കൊട്ടപ്പം എടുത്തിട്ട്. വയോധികയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ വിശദമായി പരിശോധിച്ചു വരികയാണ്. ഒരാഴ്ച മുമ്പ് ഹൊസങ്കടിയിൽ പൈവളിക സ്വദേശിയായ യുവതിയുടെ സ്വർണ്ണമാല പട്ടാപ്പകൽ രണ്ടംഗ സംഘം കവർന്നിരുന്നു. സംഭവത്തിൽ കുമ്പള ബംബ്രാണ സ്വദേശിയായ പ്രതി സന്ദീപിനെ പോലീസ് പിടികൂടിയിരുന്നു. ഒളിവിലുള്ള രണ്ടാമത്തെ പ്രതിക്കായി തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് പട്ടാപ്പകൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മറ്റൊരു കവർച്ച കൂടി നടന്നത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.